1945 ഓഗസ്റ്റ് 6-ാം തീയതി അമേരിക്ക ഹിരോഷിമ നഗരത്തിൽ ആദ്യമായി ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് പ്രയോഗിച്ച ദിവസം. ആ ദുരന്തത്തിൻ്റെ അനന്തരഫലമായി ജീവൻ പൊലിഞ്ഞുപോയ ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേരാണ് സഡാക്കോ സസാക്കി. 1943-ലാണ് സഡാക്കോ ജനിക്കുന്നത്. അവൾ കുഞ്ഞായിരുന്ന കാലത്താണ് ഹിരോഷിമയിൽ അണുബോംബ് വീണത്. 2 വയസ്സുകാരിയായ കുഞ്ഞ് സഡാക്കോയും കുടുംബവും പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് 1 മൈൽ അപ്പുറം ലിറ്റിൽ ബോയ് എന്ന വലിയ സ്ഫോടനശേഷിയുള്ള അണുബോംബ് പതിക്കുന്നത്. ഭയാനകമായ ആ സ്ഫോടനത്തിൻ്റെ നടുക്കത്തിൽ കുഞ്ഞ് സഡാക്കോ തെറിച്ചുപോയി. അവൾ മരിച്ചു എന്ന് കരുതി അവളുടെ അടുത്തെത്തിയപ്പോൾ അവളുടെ അമ്മ കണ്ടത് ജീവനോടെ ഇരിക്കുന്ന സഡാക്കോയെ ആയിരുന്നു. വലിയ പോറലൊന്നുമില്ലാതെ തൻ്റെ മകളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് ആ അമ്മ വീട്ടിലേക്ക് തിരിച്ചുപോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 6-ാമത്തെ വയസ്സിൽ സഡാക്കോയെ സ്കൂളിൽ ചേർത്തി. മിടുമിടുക്കിയായിരുന്നു അവൾ. സ്പോർട്സിലായിരുന്നു കൂടുതൽ താൽപ്പര്യം. സ്കൂളിൽ എല്ലാവർക്കും തന്നെ സഡാക്കോയെ വലിയ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ അവളുടെ കഴുത്തിലും ചെവികളുടെ ഇരുവശങ്ങളിലുമായി സ്പെല്ലിംഗ് അതുപോലെ നിറവ്യത്യാസമൊക്കെ കണ്ടപ്പോൾ അവളുടെ അമ്മ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി. പരിശോധനകൾ എല്ലാം കഴിഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞു അവൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന്. ഡോക്ടർമാർ അന്ന് മറ്റൊരു പേരും കൂടി പറഞ്ഞു, അറ്റോമിക് ബോംബ് ഡിസീസ്. ഹിരോഷിമ നഗരത്തെ ചുട്ടുചാമ്പലാക്കിയ അണുബോംബ് സ്ഫോടനത്തിൻ്റെ അനന്തരഫലമായിരുന്നു അത്. അസുഖം അവളിലേക്ക് പടർന്നു. സഡാക്കോ മറ്റൊരു ഇബാക്കുഷയായി മാറുകയായിരുന്നു. അണുബോംബ് വിതച്ച രോഗങ്ങളിലും ദുരന്തങ്ങളിലും അകപ്പെട്ടവരെ ജപ്പാൻ ചെന്നത്ത് വിളിച്ചിരുന്ന പേരാണ് ഇബാക്കുഷ. അസുഖം കൂടി ആശുപത്രി കിടക്കയിൽ ആയിരിക്കുമ്പോഴാണ് അവളോട് കൂട്ടുകാർ കടലാസ് കൊക്കുകളെ പറ്റി പറയുന്നത്. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ 1000 കൊക്കുകളെ ഉണ്ടാക്കിയാൽ മതിയെന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം. തൻ്റെ അസുഖം മാറി ജീവിതം തിരിച്ചു കിട്ടണം എന്ന ആഗ്രഹത്തോടെ അവൾ കിടക്കയിൽ വെച്ച് അവൾ കൊക്കുകളെ നിർമ്മിക്കാൻ തുടങ്ങി. കടലാസുകൾ തികയാതെ വന്നപ്പോൾ കൂട്ടുകാർ സഹായിച്ചു. ജീവിക്കാനുള്ള കൊതിയായിരുന്നു അവൾക്ക്. അർബുദത്തെ തോൽപ്പിക്കാനായി 1000 കൊക്കുകളെ നിർമ്മിക്കാനായിരുന്നു 12 വയസ്സുകാരി സഡാക്കോയുടെ ശ്രമം. പക്ഷേ 644 കൊക്കുകൾ ഉണ്ടാക്കിയപ്പോഴേക്കും മരണം അവളെ വന്നു വിളിച്ചു. സഡാക്കോയ്ക്ക് വേണ്ടി അവളുടെ കൂട്ടുകാർ 1000 കൊക്കുകളെ തികച്ച് അവളുടെ മൃതദേഹത്തിനൊപ്പം വെച്ച് അടക്കം ചെയ്തു. പിന്നീട് എന്നും ലോകം മുഴുവൻ അവളെ പോലെ തന്നെ അവളുടെ കൊക്കുകളെയും നൊമ്പരത്തോടെ ഓർക്കുന്നു. ഇതാണ് സഡാക്കോ സസാക്കിയുടെ കഥ. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.